ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് ലീവുള്ള ദിവസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കലാപരിപാടിയാണിത്. രാവിലെ എണീറ്റിട്ടുള്ള മുറ്റമടി. രാവിലെ 9 മണിയായിട്ടുണ്ട്. 9 മണിക്കാണ് ഉറങ്ങി എണീറ്റത്. ഈ ഇല അടിച്ചാൽ പെട്ടെന്നൊന്നും നീങ്ങൂല. അതിങ്ങനെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്ന ടൈപ്പ് ഇലയാണ് കേട്ടോ. നമ്മുടെ വലിയ ഇലകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിച്ചാലങ്ങ് പോലെ. ഇത് ഈ ചെറിയ ചെറിയ ഇലകളുള്ള മരമാണ്. അതുകൊണ്ട് ഒരുപാടുണ്ടാവും. എത്ര അടിച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പം പിന്നെയും ഇതുപോലെ തന്നെ ആയിരിക്കും മുറ്റത്തിൻ്റെ അവസ്ഥ. മുറ്റെന്നൊക്കെ പറയുമ്പം ആളുകൾ വിചാരിക്കും ഒരു 1/2 ഏക്കർ സ്ഥലത്തിലിങ്ങനെ വിജൃംഭിച്ച് കിടക്കുന്ന സ്ഥലമാണെന്ന്. അതൊന്നുമില്ല കേട്ടോ. അതൊരു പിന്നെ ചെറിയ കോട്ടേഴ്സാണ്. ഞങ്ങളുടെ പോലീസ് കോട്ടേഴ്സാണത്. കോട്ടേഴ്സിലുള്ള പിന്നെ എൻ്റെ കോട്ടേഴ്സിൻ്റെ പുറകു വശത്തുള്ള ചെറിയ ഭാഗമാണ്. ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. മുകളിലൊന്നും കോട്ടേഴ്സില്ല. ഞങ്ങളുടെ ഒറ്റ നില ബിൽഡിങ്. അതുകൊണ്ട് മുറ്റടിക്കേണ്ട പരിപാടി എനിക്കാണ്. പിന്നെ രാവിലെ തന്നെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മത്തിയാണ് കേട്ടോ. പിന്നെ ഇപ്പം മീനൊന്നും കിട്ടാനില്ല. അടിച്ചു വാരി തളർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കഷ്ണം വാട്ടർ മെലൺ മുറിച്ച് കഴിച്ചിട്ടുണ്ട്. യെല്ലോ കളറിലുള്ളത് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ല മധുരം ഉണ്ടാവും. ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര മധുരം തോന്നിയില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നുണ്ടാകുമ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ഞായറാഴ്ച പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞായറാഴ്ച അവധി ദിവസങ്ങൾ, ഹോളിഡേയ്സൊക്കെ പിന്നെ ഇവിടെ ശുചീകരണ വാരം പോലെയാണ്. എല്ലാം വൃത്തിയാക്കലും തുടക്കലും. പക്ഷേ എല്ലാ ഞായറാഴ്ച ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ലേസി ആയിട്ടുള്ള സൺഡേസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്കാവുന്ന പോലെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് പിന്നെ എപ്പോഴും ഭയങ്കര മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് വീട് ഉണ്ടാവണമെന്നോ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ ഇതിനിടെ FBയിലൊരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ഓൾറെഡി അതുപോലെ തന്നെയാണ് ആ പോസ്റ്റിൽ കണ്ട പോലെ. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും ഒന്ന് മെസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. ഞാൻ എനിക്ക് വേണ്ട എൻ്റെ ടൈം എടുത്ത് റെസ്റ്റൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്യൽ. എന്നുവെച്ചാൽ ചെയ്യും, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യും. ചിലപ്പം പാത്രങ്ങളൊക്കെ കഴുകാൻ ചിലപ്പോൾ സമയം ഉണ്ടായിന്നുണ്ടാവില്ല. അപ്പം അതവിടെ വെക്കും. എപ്പോഴാണോ സമയം കിട്ടുന്നത് അന്നേരം ചെയ്യും. ഇത് മോളെ കലാപരിപാടിയാണ്. ഇത് കുറച്ച് സമയം കിട്ടിയാൽ ആൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പിന്നെ ഒരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല. റീൽസ്, ഡാൻസ് ഇത് തന്നെയാണ്. ഇത് ഞങ്ങളുടെ കോട്ടേജിൻ്റെ പുറത്തുള്ള ഭാഗമാണ്. പിന്നെ അത്ര നീറ്റൊന്നും അല്ല. എന്ന് വെച്ചാൽ പഴയ ബിൽഡിങ്ങാണ്. അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇത് ഞാൻ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കൂടി വേണ്ടിയിട്ട് പ്രോൺസ് ഗീ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റേത് ഏകദേശം എല്ലാവർക്കും റെസിപ്പിയൊക്കെ അറിയാം. ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഈസി ഇതിലാണ് ആക്കിയത് കേട്ടോ. വേണമെങ്കിൽ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനിടാം. എല്ലാം എളുപ്പ പരിപാടിയാണ്. കാരണം ഉച്ചക്ക് ഡാൻസിന് പോകേണ്ടതാണ് മോൾക്ക്. അപ്പം ഡാൻസ് ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് 1 മണിയാകുമ്പോഴത്തേക്കും പോകണം. അപ്പം അതുകൊണ്ട് പെട്ടെന്നാക്കി ലൈറ്റായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോവുക. നല്ലോണം കൊടുത്താലും ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കും. ഈ ഗ്രീൻ ഫ്രോക്കാണ് കേട്ടോ ആൾ. പിന്നെ ഇത് ഡാൻസ് സ്റ്റുഡിയോ ആണ്. DRME ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ഡാൻസ് സ്കൂളാണ് കേട്ടോ. പിന്നെ നല്ല നമുക്കിപ്പം കുട്ടികൾ അത്യാവശ്യം കളിക്കുന്നില്ലെങ്കിൽ കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴത്തേക്കും നല്ല ആക്റ്റീവായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഞങ്ങൾ പോയതിന് ശേഷം തന്നെ കുറേ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കളിക്കാത്ത കുട്ടികൾ തന്നെ, വലിയ ആക്റ്റീവായിട്ട് കളിക്കുകയൊന്നും ചെയ്യാത്ത കുട്ടികൾ തന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ മറ്റുള്ള കുട്ടികൾ കളിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ. ഫീസ് 800 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ, മെയിൻ ടൗണിൽ തന്നെ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ സോങ് റിമൂവ് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. 3 മണി വരെയാണ് ഡാൻസ് ക്ലാസ്. പക്ഷെ 3 മണിയെന്ന് പറഞ്ഞാലും അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ 3:15 ആവും. പിന്നെ വീട്ടിലെത്തും. കോട്ടേഴ്സ് ഞങ്ങളുടെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. ടൗണിൽ തന്നെയാണ്. അപ്പം അവിടുന്ന് പിന്നെ 3:30-4 മണിനടുത്തൊക്കെ ആവും. പിന്നെ കുറച്ച് സമയം സംസാരിച്ചിട്ടൊക്കെയാണ് പേരൻസൊക്കെ ആയിട്ട് സംസാരിച്ച് ഇറങ്ങുന്നതാണെങ്കിൽ. വന്ന ഉടനെ പിന്നെ ചായയൊക്കെ വെച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വൈകുന്നേരത്തെ ഫുഡിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി, വേഗം ചുടാൻ പറ്റുന്നത്. പിന്നെ ഒരു സ്റ്റൗവിലാണെങ്കിൽ ചൂടുവെള്ളവും വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് വെള്ളവും അവിടെ നിന്നാവും. പിന്നെ ചപ്പാത്തിയും വേഗം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കത്തെ കറിയിലുണ്ട്, അത് വെച്ചിട്ട് ഒപ്പിക്കുക ചെയ്യാം. ഫസ്റ്റ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനോടാണ്. നമ്മൾ കുറച്ച് ജോലികൾ ബാക്കിയുണ്ടായാലോ, കിച്ചൺ കുറച്ച് മെസ്സായാലോ, അല്ലെങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കുറച്ച് സമയം അവിടെ ബാക്കിയായാലോ അതിനൊന്നും നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ പിന്നെ വീട് വൃത്തിയില്ല അങ്ങനെയില്ല എന്ന് വെച്ചിട്ട് ഒട്ടും വൃത്തിയില്ല എന്നല്ല.
പിന്നെ നമ്മൾ കുറച്ച് ജോലിക്ക് പോകുന്ന ലേഡീസൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങളും ജോലിക്ക് പോകുന്നതും പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഓടി ചാടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇത് നമ്മുടെ ലൈഫാണ്. അപ്പം നമുക്ക് വേണ്ട വിശ്രമം അല്ലെങ്കിൽ റെസ്റ്റ് ടൈം നമ്മൾ എടുക്കുക, ജോലി ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മളേതായ ഓൺ ടൈം എടുക്കുക. എന്നിട്ട് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ FB പോസ്റ്റിൽ വായിച്ച പോലെ പിന്നെ അടുക്കളയിൽ നിന്ന് പാത്രം ബാക്കിയായാൽ അതിന് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പാത്രം ആര് കഴുകും, തുണി ആരലക്കും എന്നൊക്കെ ചിന്തിച്ച് അതിന് ടെൻഷൻ അതൊക്കെ ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഞാനതൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ സമയം എടുക്കാറുണ്ട് എനിക്ക് എൻ്റെതായ കുറച്ച് സമയം. ഇനിയിപ്പോൾ യൂട്യൂബ് കാണാനായാലും കുറച്ച് സമയം, അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനായാലും അതിനൊക്കെ ഞാൻ എൻ്റെതായ ടൈം എടുക്കലുണ്ട്. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കാര്യങ്ങൾ പറയുക. ഫുഡൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കിടക്കും കേട്ടോ. പിന്നെ രാവിലെ മോൾക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഹസ്ബൻഡിന് പോകണം. അപ്പം അതുകൊണ്ട് തന്നെ വേഗം കിടക്കും. കുറച്ച് സമയം യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കാണും. പിന്നെ പെട്ടെന്നൊരു 11 മണിക്കുള്ളിൽ എന്തായാലും കിടക്കും. പിന്നെ വീണ്ടും കാണാം. എല്ലാവരോടും ബൈ.